മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഹാലക്ഷ്മിയെ രക്ഷിച്ചുകൊണ്ട് വന്നതിന് ശേഷം മാർക്കോ ആണെങ്കിൽ ആദ്യമായിട്ട് അമ്മയെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. അമ്മയാണെങ്കിൽ വളരെ ഭയഭക്തിയോടുകൂടി തന്നെ ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതേസമയം അങ്ങോട്ടേക്ക് നമ്മുടെ മാർക്കോയെ എത്തുന്നുണ്ട്. അങ്ങനെ മാർക്കോ ആണെങ്കിൽ അമ്മയെ കാണുമ്പോഴും വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. അങ്ങനെ അമ്മയുടെ അടുത്ത് ചെന്നിട്ട് മാർക്കോ പറയുന്നുണ്ട്, ഗുണ്ടകളിൽ നിന്നല്ല ഞാൻ മഹാലക്ഷ്മിയെ വളരെ അത്ഭുതകരമായി തന്നെ രക്ഷപ്പെടുത്തിയെന്നല്ല അമ്മയോട് പറയുന്നുണ്ടെങ്കിലും എല്ലാം അമ്മയ്ക്ക് അറിയാലോ, ഞാൻ പറയേണ്ടതില്ലല്ലോ എന്നൊക്കെ മാർക്കോ പറയുമ്പോഴും അമ്മ പറയുന്നുണ്ട്, എന്നാലും മോൻ്റെ വായിൽ നിന്നും കേൾക്കാൻ അമ്മ കൊതിച്ചിരിക്കുകയാണെന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ നടന്ന കാര്യങ്ങളെല്ലാം മാർക്കോ ആണെങ്കിൽ ഒന്നൊന്നായിട്ട് പറയുന്നുണ്ട് നമ്മുടെ അമ്മയോട്. അങ്ങനെ അമ്മയ്ക്കാണെങ്കിൽ വളരെ സന്തോഷമാകുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഇന്നൊരു അത്ഭുതം കൂടി നടന്നു. നമ്മുടെ കണ്ണൻ സാറിനാണെങ്കിൽ കാലിന് സ്വാധീനം ലഭിച്ചിട്ടുണ്ട്. നന്നായിട്ട് തന്നെ നടക്കാൻ കഴിയുന്നുണ്ടെന്നല്ല പറയുന്നുണ്ട് അമ്മയോട്. അങ്ങനെ അത് കേൾക്കുന്ന അമ്മയ്ക്കാണെങ്കിൽ വളരെ സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ അമ്മയാണെങ്കിൽ ആ പഴയ വേല് മാറിയിട്ട് പുതിയൊരു വേല് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും മാർക്കോയ്ക്കാണെങ്കിൽ വളരെ സന്തോഷമാകുന്നു. ഇത് പഴയതിനെക്കാട്ടി നല്ല ശക്തിയുള്ളതാണ് ഇനി മോൻ്റെ കയ്യിൽ ഇരിക്കുന്നത് എന്നൊക്കെ അമ്മ പറയുന്നുണ്ട്. മലയ്ക്ക് പോകാൻ ഒരുങ്ങുന്ന കണ്ണൻ മോൻ്റെ കൂടെ ആ മോൻ എപ്പോഴും ഉണ്ടായിരിക്കണം. മോൻ്റെ ആവശ്യം ആ മോന് ഒരുപാട് പ്രാവശ്യം ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് കണ്ണൻ മോൻ്റെ കൂടെ എപ്പോഴും തന്നെ എല്ലാ കാര്യങ്ങൾക്കും മോൻ കൂടെ ഉണ്ടാകണമെന്നെല്ലാം പറയുന്നുണ്ട്. 18-ാം പടി ചവിട്ടി അയ്യപ്പനെ കാണുന്നതോടുകൂടി തന്നെ കണ്ണൻ മോൻ്റെ ജീവിതത്തിലെ ഒരധ്യായം അവിടെ തീരുകയാണെന്നും അമ്മ കൂട്ടിച്ചേർക്കുന്നുണ്ട്. പിന്നീട് കണ്ണൻ്റെ ആയുരാരോഗ്യത്തിന് വേണ്ടി തന്നെ മഹാലക്ഷ്മി നന്നായിട്ട് തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്. കണ്ണന് നടന്നിട്ടുള്ള ഈ അത്ഭുതം എന്നും നിലനിൽക്കണേ എന്ന് മഹി പ്രാർത്ഥിക്കുന്നുണ്ട്. അതോടുകൂടി തന്നെ അമ്മയുടെ മുഖവും മഹിയുടെ കണ്ണിൻ്റെ മുന്നിൽ തെളിഞ്ഞു വരുന്നുണ്ട്. അങ്ങനെ തോമസ് വൈദ്യൻ ഒരുക്കിയിട്ടുള്ള പിറന്നാൾ കേക്ക് കട്ട് ചെയ്യാനായിട്ട് അങ്ങോട്ടേക്ക് മഹാലക്ഷ്മിയും കണ്ണനും എത്തുന്നുണ്ട്. അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടി തന്നെ അവർ ആ കേക്ക് കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും കൂടെ പങ്കിട്ട് കഴിക്കുന്നുമെല്ലാമുണ്ട്. അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടി തന്നെ നിൽക്കുകയാണ് തോമസ് സാറും ജയപാലനും. അങ്ങനെ അവരുടെ സന്തോഷ നിമിഷങ്ങളിൽ വളരെ സന്തോഷത്തോടുകൂടി തന്നെ അവർ പങ്കുചേരുന്നുണ്ട്. പിന്നീട് മഹാലക്ഷ്മി ആണെങ്കിൽ കണ്ണനോടായിട്ട് പറയുന്നുണ്ട്, ആ മാർക്കോ വന്ന് എന്നെ രക്ഷപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ഞാനിന്ന് കണ്ണേട്ടൻ്റെ കൂടെ ജീവനോടുകൂടി ഇരിക്കില്ലായിരുന്നു എന്നെല്ലാം പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ കണ്ണനും മഹിയോട് പറയുന്നത്. എന്നിട്ട് കണ്ണനോടായിട്ട് മഹി പറയുന്നുണ്ട്, ആ സിദ്ധയായ അമ്മയെപ്പോലെ തന്നെ എന്തോ ഒരു പ്രത്യേകത മാർക്കോയ്ക്കുമുണ്ട്. എല്ലാ ആപത്തുകളിൽ നിന്നും എന്നെ വന്ന് രക്ഷപ്പെടുത്തിയിരിക്കുന്നത് മുഴുവൻ മാർക്കോ തന്നെയാണ്. ആ മാർക്കോയ്ക്ക് എന്തോ ഒരു അത്ഭുത സിദ്ധി ഉണ്ട് കണ്ണേട്ട എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് കണ്ണനും പറയുന്നത്, എനിക്കും തോന്നിയിട്ടുണ്ട് അങ്ങനെയെന്നെല്ലാം പറയുന്നു. അങ്ങനെ ആ മാർക്കോയ്ക്ക് എന്തൊക്കെയോ അത്ഭുത സിദ്ധികൾ ഉണ്ടെന്നാണ് എനിക്കും തോന്നിയിരിക്കുന്നതെന്ന് കണ്ണനാണെങ്കിൽ മഹിയോട് പറയുന്നുണ്ട്. പിന്നീട് മഹിയുടെ മരണവാർത്ത കേൾക്കാൻ കാത്തിരുന്ന പ്രതാപൻ്റെ മുന്നിലോട്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം നടക്കുന്നുണ്ട്. പ്രതാപൻ ഏൽപ്പിച്ചിട്ടുള്ള ഗുണ്ടകളെല്ലാം ആണെങ്കിൽ സ്ട്രെച്ചറിലും വീൽ ചെയറിലുമായിട്ടെല്ലാം വരുന്നത് കണ്ട് പ്രതാപനാകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. നിങ്ങൾക്കിത് എന്ത് പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് പ്രതാപൻ അവരുടെ അടുത്ത് ചെല്ലുന്നതും അവരാണെങ്കിൽ എല്ലാ കാര്യങ്ങളും പ്രതാപനോട് പറയുന്നുണ്ട്. ആരും വരാത്ത ഒരു കൊടുങ്കാട്ടിലോട്ടാണ് ഞങ്ങൾ അവളെയും കൊണ്ട് പോയത്. അങ്ങനെ അവളെ കൊല്ലാനായിട്ടുള്ള അവസാന നിമിഷത്തിലാണ് ആ മാർക്കോ വന്ന് അവളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയത്. പിന്നീട് പറയേണ്ട കാര്യമില്ലല്ലോ, ഞങ്ങളെ ആണെങ്കിൽ അവനാണെങ്കിൽ തല്ലി ചതച്ച് ഈ പരുവത്തിലാക്കി എന്നെല്ലാം പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന പ്രതാപനാണെങ്കിൽ ആകെ നിരാശയോടുകൂടി തന്നെ മുത്തശ്ശിയുടെ അടുത്ത് ചെല്ലുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശിയോടായിട്ട് പറയുന്നുണ്ട്, ഒന്നും നടന്നില്ല അമ്മേ, എല്ലാ കാര്യങ്ങളും അവതാളത്തിലായി. അവളാണെങ്കിൽ രക്ഷപ്പെട്ടു പോയി, ആ മാർക്കോ ആണെങ്കിൽ അവളെ വന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോയി എന്നെല്ലാം പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന മുത്തശ്ശി പറയുന്നുണ്ട്, നിന്നെ കൊണ്ടൊന്നും ഒരിക്കലും അവളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവളുടെ കയ്യിലിരിക്കുന്ന അയ്യപ്പ വിഗ്രഹത്തിൽ അവൾ ആരെയോ ആവാഹിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവളുടെ അടുത്ത് നമ്മുടെ ഈ വിളവുകളൊന്നും നടക്കില്ല. അവൾ എങ്ങനെയെങ്കിലും അവളെല്ലാം രക്ഷപ്പെട്ടു പോകുക തന്നെ ചെയ്യുമെന്നെല്ലാം മുത്തശ്ശി പറയുന്നുണ്ട്. ഇനി ഒന്നും ചെയ്യാനില്ല, അവരെ രണ്ടുപേരെയും കൊല്ലുന്നതിന് മുമ്പ് ആദ്യം ആ മാർക്കോ എന്ന് പറഞ്ഞവനെ കൊല്ലണമെന്നെല്ലാം മുത്തശ്ശി പറയുന്നുണ്ട്. അമ്മ പറഞ്ഞ ശരിയാണ്, ആ മാർക്കോനെ വകവരുത്തിയാലല്ലാതെ അവരെ രണ്ടുപേരെയും നമുക്ക് തൊടാൻ പോലും കഴിയില്ല എന്നെല്ലാം പ്രതാപം പറയുന്നുണ്ട്. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണ് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.